ചൈനയ്ക്ക് ശേഷം റഷ്യയുമായി ഇറാൻ ആയുധ കൈമാറ്റ കരാർ വ്യവസ്ഥയുണ്ടാക്കി. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ യുദ്ധം ഇനി അടുത്ത ഘട്ടം വരുന്ന സമയത്ത്, അടുത്ത ഘട്ടം വരികയാണെങ്കിൽ, അങ്ങനെയാണ് അതിലെ പരാമർശം കാണുന്നത്, ഇനിയൊരു യുദ്ധം ഇറാനുമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥിതി വിശേഷം വരികയാണെങ്കിൽ ആ യുദ്ധം മാരകമായിരിക്കുമെന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് അമേരിക്കയുടെ ഇറാൻ്റെ നിലവിൽ ഉപയോഗിക്കാത്ത ആയുധങ്ങളും ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധങ്ങളുമെല്ലാം ആ യുദ്ധത്തിൽ ഉപയോഗിക്കുമെന്നുള്ളതും അതിൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കും എന്നുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. ഈ വിവരം ഇസ്രായേലിന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കുകയാണ്. അതിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അഥവാ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളതാണ്. നാശത്തിൻ്റെ തുടക്കമായിരിക്കും ഇനിയൊരു യുദ്ധം ഉണ്ടാവുക, ഇനി ഒരു ആക്രമണം ഇറാന് നേരെ അമേരിക്ക നടത്തുകയാണെങ്കിൽ ഉണ്ടാവുക എന്ന് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. മുജ്തബ അലി ഖംനായി പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു യുദ്ധം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമായിട്ടാണ് അത് അവസാനിക്കുക. തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന് വളരെ കൃത്യത തങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ കൃത്യതക്കനുസരിച്ചായിരിക്കും തങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തികൾ ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങളും വളരെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. ആദ്യാദ്യ സമയങ്ങളിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു യുദ്ധത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അത്തരമൊരു സംസാരമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യയുമായിട്ടുള്ള കരാർ വ്യവസ്ഥ അത് ഇതിൻ്റെ തുടർച്ചയാണ് എന്ന് പറഞ്ഞു. ഈ ചൈനയുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ട്. ആ കരാർ വ്യവസ്ഥ പ്രകാരം പല പ്രവൃത്തികളും അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ അമേരിക്ക അതിനെ ഭീഷണിപ്പെടുത്തിയെന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നോ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് റഷ്യയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ അത് വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതും പ്രതിരോധ രംഗത്തുള്ള സജീവത തീർച്ചയായിട്ടും ഇറാന് ആവശ്യമുണ്ട് എന്നുള്ളതുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഥവാ രാജ്യത്തുടനീളം തലസ്ഥാന നഗരിയായിരിക്കുന്ന തെഹ്റാൻ്റെ പേരൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരക്കേട് ചെയ്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ അതിന് മാരകമായിരിക്കുന്ന തിരിച്ചടി അപ്പം തന്നെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ചൈനയുമായി കരാർ വ്യവസ്ഥ ഉണ്ടായ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് രൂക്ഷമായ രീതിയിൽ അതിനെ വിമർശിക്കുകയും ഇറാനുമായിട്ടുള്ള എല്ലാ കരാർ വ്യവസ്ഥയും റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചൈന ആ സമയത്ത് തന്നെ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു രാജ്യത്തെയും അനുവദിക്കില്ല. അത്തരമൊരു വിഷയമുണ്ടായാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവും എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ആ സംഭവങ്ങളൊക്കെ ഏറെക്കുറെ ശാന്തമായിട്ടാണ് പിന്നീട് പോയത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും ഇത് സജീവത വന്നു എന്ന് മാത്രമല്ല, അത് റഷ്യയിലേക്ക് ഒഴുകി. റഷ്യയുമായിട്ടുള്ള കരാർ വ്യവസ്ഥ മുൻപേ ഉണ്ടായതാണ്, അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതും ആദ്യം ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയിൽ ശേഷിക്കപ്പെടുന്ന ആയുധ കൈമാറ്റമാണ് നടത്തുക എന്നുള്ള തരത്തിലുമാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത്. ഏത് തന്നെയാണെങ്കിലും തങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം അമേരിക്കയുടെ പ്രസിഡന്റിനെ അറിയിക്കേണ്ട കാര്യമില്ലെന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ ഏതാണോ അത് രാജ്യം തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് റഷ്യയുടെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ പുടിനെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഓഫീസ് ഇതിനെ വിശദീകരണം നൽകുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയുമായി നേരിട്ട് കൊണ്ടുള്ള കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ഉടമ്പടി നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ മേഖലയിൽ ശക്തമായിരിക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അത് ഈ മേഖലയിൽ
അമേരിക്കയുടെ സൈന്യാധിപത്യം ഉണ്ടാവരുത് എന്നുള്ളതും അതിന് ശക്തി കുറയണമെന്നും ആഗ്രഹിക്കുന്ന രാജ്യം കൂടിയാണ് റഷ്യയും ചൈനയും. കാര്യം അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് പല ഘട്ടങ്ങളിൽ അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്ക മേഖലയിൽ ഇടപെടുന്ന സ്ഥിതികൾ, അമേരിക്ക മേഖലയിൽ ഇടപെടുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നതാണ്. എല്ലാ രാജ്യങ്ങളുടെ വിഷയത്തിലും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിലും നേരിട്ട് കൊണ്ട് ഇടപെടുക, അത് സംസാരിക്കുക, അത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കൽ പോലും അത് യോജിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ആ പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസാനം വേണമെന്നും അത് അവസാനത്തിൻ്റെ ആരംഭമാണ് തങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.